ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ വീട്ടിലത്തെ ഒരു ഭംഗിയുള്ള ആകാശ ദൃശ്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഇത് ഞാൻ ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്ക് വലിയൊരു സുഖം തോന്നിയില്ല. എന്നാലും ഇവിടെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതാണ്. കുറേ നാളെ എൻ്റെ വേപ്പിനെയൊക്കെ ഞാൻ കണ്ടിട്ട്. പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വേപ്പൊക്കെ നന്നായി വലുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻകാരനെ നോക്കി നിന്നപ്പോൾ വരുന്നതൊന്നും കാണാനില്ല. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു മീൻ ആയിട്ട് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു മീനിന് വില കൂടി കാരണം മീൻ എടുത്തിട്ടില്ല എന്ന്. എന്നാൽ പിന്നെ പറമ്പിലേക്ക് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഒരു തണ്ട് ചീര കിട്ടി, ഒപ്പം ചക്കയും കിട്ടി. അങ്ങനെ ചക്കയും ചീരയൊക്കെ ആയിട്ട് അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ചോറൊക്കെ വെന്തിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഊറ്റിയിട്ട് ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉപ്പേരിക്ക് എന്തെങ്കിലും നോക്കണമല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ പയർ മുരിങ്ങയിലൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ചീര കഴുകി വൃത്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ പരിപ്പും ചീരയും കൂടിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പരിപ്പ് ആദ്യം വേവിക്കണമല്ലോ. അപ്പോൾ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് പരിപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 3 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി വെച്ച ചീര നല്ലോണം കുഞ്ഞേ ഒരു ഇതായിട്ട് അരിഞ്ഞ് അതും മാറ്റി വെച്ചു. പരിപ്പും ചീരയും ചക്കക്കുരൊക്കെ ഒരു നൊസ്റ്റാൾജിക്ക് കൂട്ടാൻ തന്നെയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മ വയ്ക്കണ രീതിയിലുള്ള കൂട്ടാനാണ്. അമ്മ ഞങ്ങളന്ന് പോരുന്ന സമയത്ത് പരിപ്പും മുരിങ്ങയിലയും ചക്കക്കുരും കൂടി കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടി ശരിക്കും കൂട്ടിയിട്ട് മതിയായില്ല. അതിൻ്റെ സൈഡിലേക്ക് ഒരു ഉണക്കമീനും പപ്പടവും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ പരിപ്പൊക്കെ വെന്തു. അതിലേക്ക് ചീരട്ടിട്ട് ഒന്നും കൂടി തിളപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പുളി ഒഴിച്ചു. പുളി എനിക്ക് നിർബന്ധമാണ് പരിപ്പ് കൂട്ടാനിലൊക്കെ. അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ കടുക് പൊട്ടിച്ചിട്ട് കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കി. ഉള്ളി മുളകൊക്കെ കുത്തി വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം പയറിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ചക്ക വറുത്തത് കണ്ടപ്പോൾ ഒന്ന് വിശന്നു. പാപ്പം വാങ്ങിച്ചെന്നാണ് വരുന്ന സമയത്ത് എനിക്കും അനിയത്തിക്കൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിന്നു. അത് കഴിഞ്ഞ് 2 മുട്ട എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചു. കുത്തുമുളകും മുരിങ്ങയിലൊക്കെ കൂടിയിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി അതൊന്ന് വാടി വരുന്ന സമയത്ത് ഈ 2 മുട്ട നമ്മൾ അതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുത്തിപ്പൊരിക്കുക. ഇതിവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് പിള്ളേർ ഈ പാപ്പൊക്കെ തിന്നിട്ട് അവിടെ ആകെ വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടയ്ക്കാനൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തും ഇതുപോലെ നല്ലോണം വൃത്തികേടായിട്ടാണ് കിടക്കേണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ഇവിടേക്ക് ആകെ പുല്ല് മുളച്ചിട്ടൊക്കെ ഇട്ട് ആകെ വൃത്തികേടാണ്. അതൊക്കെ നന്നായി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഞാൻ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് കയറിയിട്ടാണ് ഫുഡ് കഴിക്കാം. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കി പണികൾ. കുളിക്കാനൊന്നും നിന്നില്ല. കുളിച്ച് വന്നിട്ട് പിന്നെ കുറച്ചും കൂടി പണികളുണ്ട്. അത് കുളിച്ച് വന്നിട്ട് ചെയ്യാൻ പറ്റിയതല്ല. അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞാൻ ബാക്കിയുള്ള പണികൾക്ക് നീങ്ങാമെന്ന് വിചാരിച്ചു. ഫുഡ് കണ്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്കിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണുമ്പോൾ കൊതിയാവേ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നല്ലോണം വിശന്ന കാരണമാണോ എന്നറിയില്ല. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു. അവർ അകത്തിരുന്നിട്ട് കാർട്ടൂണോ കണ്ടിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞാൻ എൻ്റെ ഫുഡും എടുത്തിട്ട് ഞങ്ങളെ അടുക്കളയിൽ അവിടെ ഒരു കുഞ്ഞുമ്മാറുണ്ട്. കുഞ്ഞുമ്മാർത്തിരുന്നിട്ട് പുറത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വന്നതിൻ്റെ ശേഷം ഞാനും പിള്ളേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ വീട്ടിലേക്കൊന്ന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വിശേഷങ്ങൾ. ഉച്ചവരെയുള്ള എൻ്റെ ഒരു എന്താ പറയുക കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ പോണ വഴിക്ക് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ചില്ലുംകൂട്ടിലെ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ഞാനതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. ഞങ്ങൾ